ഹലോ ഫ്രണ്ട്സ്, ഈ സമ്മറിൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടാർ സാധനമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് മാംഗോ സാഗോ. സാഗോ എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കണം, നമ്മുടെ ചവ്വരി തന്നെയാണ് ഐറ്റം. പോരാത്തതിന് ഇപ്പൊ മാമ്പഴക്കാലം അല്ലേ, അപ്പൊ നമുക്ക് മാമ്പഴം കൊണ്ട് തന്നെ ഒരു റെസിപ്പി അങ്ങ് തയ്യാറാക്കി കളയല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ഐക്കണും പ്രസ് ചെയ്തേക്കുക. ഈ ഒരു സാധനം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനായിട്ട് ആദ്യം ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കുക. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് ചവ്വരി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ടൈപ്പിലുള്ള ചവ്വരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചവ്വരി പല ടൈപ്പിലുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, ഏത് വേണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചവ്വരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചവ്വരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചവ്വരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചവ്വരിയിലുള്ള ഈ സ്റ്റാർച്ച് എല്ലാം കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മീതെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. പച്ചവെള്ളം ഉപയോഗിച്ച് ഇത് കഴുകി കളയുമ്പോഴേക്കും അതിന്റെ ഉള്ളിലുള്ള സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ ചവ്വരി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലെ വെള്ളം വാർന്ന് കിട്ടുന്നവരെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് മാമ്പഴം നമുക്ക് അരിഞ്ഞെടുക്കാം. മാമ്പഴത്തിലെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുറിച്ച് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കുക. അതിലേക്ക് 4 ഗ്ലാസ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാല് നല്ല തിക്ക് പാലായിരിക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ റെസിപ്പി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വെള്ളം ചേർക്കരുത്. ഇനി പാലിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാമ്പഴത്തിന് വലിയ മധുരം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നോർമലായിട്ട് നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ 3.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ മതിയാവും. മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പാല് റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ എടുത്താലും മതിയാവും. രണ്ടിന്റെ യൂസേജ് ഒരേപോലെ തന്നെയാണ്. ഇനി കോൺഫ്ലോറിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ കോൺഫ്ലോർ മിക്സ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം പാല് പെട്ടെന്ന് കുറുകി വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റി വെക്കാം. ഈ പാല് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. മാമ്പഴം നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കുക. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മാമ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് മാമ്പഴം നമുക്ക് അവസാന ഉപയോഗത്തിനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ചവ്വരി പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിന് തണുത്ത പാലാണ് ആവശ്യം.
ചവരി പാലിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അരച്ചു മാറ്റി വെച്ചിരുന്ന മാങ്ങയുടെ പേസ്റ്റ് ഇല്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ പേസ്റ്റ് പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഈവൺ ആയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ടോ? ആ മാമ്പഴത്തിൻ്റെ കളർ ആ പാലുമായിട്ട് മിക്സ് ചെയ്ത് എന്താ അല്ലേ, അടിപൊളി. ആദ്യം ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരുന്നത്. പക്ഷെ അത്ര മധുരം തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മാംഗോ സാഗോ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കേണ്ടതാണ്. ഫ്രീസറിലൊന്നും വെച്ചളരുത് കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാമ്പഴത്തിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ മാമ്പഴം കൂടെ കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് സമയത്ത് നാരങ്ങ വെള്ളം കിട്ടിയാൽ തന്നെ വലിയ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഈ സമ്മർ സമയത്ത് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ, പറയാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.